ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം ക്ലീനിങ് ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മേക്കോവറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം ചെയ്യേണ്ട പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആണ് തോന്നിയത് നമുക്കൊന്ന് ക്ലീനിങ് ചെയ്താലോ. അപ്പം ഞാൻ റൂമൊക്കെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഓണത്തിൻ്റെ സമയത്ത് എവിടെയാണ് സ്കൂളില്ല. അപ്പോൾ സ്കൂളിൽ അയക്കുന്ന ഓണത്തിന് പൂട്ടുന്നതിന് മുന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിടാൻ സമയം കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ക്ലീനിങ് തുടങ്ങിയതാണ്. പണ്ടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കുട്ടികളും അതുപോലെ തന്നെ കുറച്ച് മടിയും ഒക്കെ ആയതുകൊണ്ട് ഒരു 3 ദിവസം നീണ്ടുവെക്കും. അപ്പം അതുപോലെ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കണ്ട, നമ്മുടെ കിച്ചൺ മെയിൻ പാർട്ടായ കിച്ചൺ വീഡിയോ മാത്രം ഒന്ന് എടുത്തേക്കാം. അതുകൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന വീഡിയോ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവേ ഒരു ദിവസം കൊണ്ട് ക്ലീനിങ് ചെയ്ത് തീർക്കുമെങ്കിലും വീട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും നമ്മൾ ക്ലീനിങ് 2 ദിവസം നീണ്ടു പോകും. അത് ഇപ്പം ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ടൈം എടുക്കും. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ കിച്ചൺ, സ്റ്റോർ റൂം, വർക്ക് ഏരിയ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിരിക്കും. അപ്പം ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം തന്നെ നല്ല കറണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റിനും പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വലിച്ചിട്ട് എന്നിട്ട് വൃത്തിയാക്കാൻ കയറുന്നില്ല. കുറച്ചായിട്ട് പാർട്ടായിട്ടാണ് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ വന്നത്. അപ്പോൾ കുട്ടികളെ വരുന്നതിന് മുന്നേ നമുക്ക് ക്ലീനിങ് പരിപാടി തീർക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം നമ്മളിതുപോലെ ചടവട എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പാർട്ടായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതാവുമ്പോൾ നമ്മൾ കുറച്ച് സാധനം ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഇങ്ങനെ എടുത്തിട്ടിട്ട് ക്ലീൻ ചെയ്താൽ തിരിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഈസി ആയിരിക്കും. നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് എന്നിട്ട് പൊടിയൊക്കെ തട്ടി എന്നിട്ട് തുടച്ച് എന്നിട്ട് വൃത്തിയാക്കി എന്നിട്ട് തിരിച്ചെടുത്ത് വെക്കാമെന്നൊക്കെ പറയുമ്പോൾ നല്ലോണം ടൈമും എടുക്കും, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പം അതിനെക്കാട്ട് ഈസി നമ്മൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് ഒറ്റയ്ക്കല്ല, ഉമ്മയുണ്ട്, ഉമ്മാമയുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു സെക്ഷൻ എടുത്തില്ലെങ്കിൽ ഉമ്മ മേലെയുള്ള സെക്ഷനായിരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ ഉമ്മാമ പിന്നെ അത്യാവശ്യം താഴെയുള്ള ജനൽ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറേ സമയമെടുക്കും ഒറ്റയ്ക്കുള്ളവർക്കൊക്കെ അറേഞ്ച് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എല്ലാം ചെയ്ത് തീർക്കാനൊക്കെ. അപ്പോൾ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ സമയം പോകും. എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോയ സമയത്താണ് പൊതുവെ ക്ലീൻ ചെയ്യാൻ ചൂസ് ചെയ്യത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേ ഓർഗനൈസറും കുറേ പുതിയ എന്താ പറയുക സ്റ്റാൻഡും റാക്കും ഇതൊക്കെ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് നമ്മുടെ ഉള്ള സ്ഥലത്ത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മുടെ ഒരുപാട് ഡബ്ബകൾ എടുത്ത് വെച്ച് ഒരുപാട് ബോട്ടിലെടുത്ത് വെച്ച് ഒരുപാട് സാധനങ്ങൾ കുത്തിക്കെട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു കിച്ചണിന് ഓരോരോ രീതി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും സുഖം. അപ്പം ചെറുതായിട്ടുള്ള റാക്ക് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സ്റ്റാൻഡ് വെച്ചാൽ നമുക്ക് യൂസ് ആവും എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ അതുപോലെ സ്റ്റാൻഡിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം.
സ്പേസ് കൺസ്യൂം ചെയ്യാത്ത സ്റ്റാൻഡുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇന്ന് വീഡിയോയിൽ ഇന്ന് സ്റ്റാൻഡ് കണ്ടിരുന്നല്ലോ, അപ്പോൾ അത് നല്ല രസമുണ്ടാവും, അപ്പോൾ നമുക്കത് വാങ്ങിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയുന്നതിനെക്കാട്ടിയും നമുക്ക് ഉപകാരമാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങുക. അല്ലെങ്കിൽ റാക്ക് സെലക്ട് ചെയ്യുക, നമ്മുടെ സ്പേസിനനുസരിച്ചിട്ടുള്ള റാക്ക് സെലക്ട് ചെയ്യുക. ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ മാക്സിമം റാക്കൊന്നും ഉപയോഗിക്കാമെന്നില്ല. നമുക്ക് അത്യാവശ്യം ഉള്ള സ്ഥലത്ത് കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല. യൂസ് ചെയ്യാത്ത സാധനങ്ങൾ കുറച്ച് ഉള്ളോട്ടും, പെട്ടെന്ന് ഇപ്പം ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മുന്നേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണ് ഒരുപാട് പേര് അറേഞ്ച് ചെയ്യുന്ന ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ ഞാനിവിടെ ഒരുപാട് ഡെക്കറേഷൻ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ജനലിൻ്റെ ഭാഗത്ത്. അപ്പം അവിടെ ചെടികളൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചതിൻ്റെ പാടുകളും കറകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി വൃത്തിയാക്കിയാണ്. ഇതുപോലെ നമ്മൾ ചെടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ കുറച്ചൊരു വൃത്തിയായിട്ട് പോലെ ഉണ്ടാവും. കുറച്ച് മണ്ണ് വെട്ടിപ്പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടൈല് ആയതുകൊണ്ട് അത്രയ്ക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് ഇതാക്കാനേ ഉണ്ടാവും. പിന്നെ ഇടകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് കുറച്ച് കറയൊക്കെ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് സോപ്പ് വെച്ചിട്ട് ഒന്നൊരു ബ്രഷ് വെച്ചിട്ടൊക്കെ ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും. ഇപ്പോൾ നമ്മൾ ടൈലിലൊക്കെ പറ്റിയ പിടിച്ച കറ, ഗ്രീസ്, ഇങ്ങനെ ഓയിലൊക്കെ തെറിച്ചിട്ടുള്ള കറയൊക്കെ നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ല കുറച്ച് ഹാർഡായിട്ടുള്ള ലിക്വിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അതിനെ വെച്ചിട്ട് പറ്റിയ ക്ലീനറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതല്ല നമുക്ക് ഈ ഒരു പാറ്റേൺ മടുത്തു, ഈ ടൈലൊന്നും മടുത്തു എന്നൊക്കെ തോന്നുന്നവർക്ക് നമുക്ക് കുറേ വാൾപേപ്പറൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പം അതൊക്കെ ചൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, നമുക്കിവിടെ ഒന്ന് നല്ല വൃത്തിക്ക് നല്ല എന്താ പറയുക, നല്ല ഗ്യാപ്പൊന്നും വരാതെ എയർ ബബിൾസ് ഒന്നും കയറാതെ നല്ല വൃത്തിയൊക്കെ ടൈലിലൊക്കെ ഒന്ന് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. നമ്മളൊരു ടൈലിൽ ഒരു ഭാഗത്ത് മൊത്തത്തിൽ വാൾപേപ്പറൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം നല്ലൊരു ഫിനിഷിങ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു പുതുമ ഫീൽ ചെയ്യും. ഇപ്പം വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോഴും എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ളത് സെലക്ട് ചെയ്യുക, വാട്ടർ റെസിസ്റ്റൻസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ടൈല് വാൾപേപ്പർ ഒട്ടിക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു ടൈല് തന്നെ നല്ല രീതിയിൽ ഇടയിലൊക്കെ പറ്റിപ്പിടിച്ച കറയൊക്കെ നല്ല വൃത്തിക്ക് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ. മൊത്തത്തിൽ ടൈലൊന്നും അരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ജനലിൻ്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ടൈലൊക്കെ ഒന്ന് അരച്ച് കൊടുത്തിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം തന്നെ നല്ലൊരു കളറും ആ ഒരു ആദ്യം വെക്കുന്ന ഒരു ലുക്കില്ലേ, അതൊക്കെ നമുക്ക് കിട്ടും. ഞാനിവിടെ ജനലിൻ്റെ ഭാഗത്തുള്ള ടൈലൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പ്ലേറ്റൊക്കെ കഴുകാനെടുക്കുന്ന വിം ഡിഷ് വാഷ് സോപ്പ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടൈലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കും. നന്നായിട്ട് സോപ്പ് വെച്ച് അരച്ച് ഒക്കെ കഴുകിയെടുക്കും. സോ നോർമലായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് പൊടി തട്ടും, എന്നിട്ട് ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കും, അത്രേ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ആഴ്ചക്ക് ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് കൂടുതൽ 2 ആഴ്ചക്ക് ഒരിക്കൽ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഭാഗമൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഉമ്മ കിച്ചണിലെ ബാക്കിയുള്ള ഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മേലെയുള്ള ഭാഗമൊക്കെ ഒന്ന് വണ്ണാമല തട്ടിയും പൊടി തട്ടിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അറേഞ്ച്മെൻറ്റ് ടൈമാണ്. അപ്പോൾ ഒന്ന് രണ്ടാമതിൽ തുടച്ച് വെച്ചതെല്ലാം പൊടിയൊക്കെ മാറ്റിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ട് സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷന് നമ്മുടെ ഗ്യാസും നമ്മുടെ കുക്കിങ്ങൊക്കെ നടക്കുന്ന ഈ ഒരു പോർഷനാണ് വർക്ക് ഏരിയയിൽ. അപ്പം എവിടെയും വലുതായിട്ട് മേക്ക് ഓവർ ഒന്നും ചെയ്യാൻ
എനിക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ജോയിൻ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കിച്ചണാണ്. അപ്പം എൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതും ചിലപ്പോൾ ഉമ്മാക്ക് പറ്റിയെന്ന് വരില്ല. ഉമ്മാരുടെ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് ചിലപ്പം എനിക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ലാന്ന് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്യുന്നത്. പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റുന്ന രീതിയിലും എന്നാൽ അത്യാവശ്യം ഒതുക്കത്തിലും. അപ്പോൾ ഇവിടെ ചട്ടിയും മൺചട്ടിയൊക്കെ എവിടെയാണ് വെക്കാറ്, പെട്ടെന്നുള്ള എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ സ്ഥലം കണ്ടുപിടിച്ച് അതിന് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ റാക്കിലെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ആ റാക്കൊന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപ്പുറം ചെയ്ത പോലെ തന്നെ ഈ ഒരു ടൈലും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ സോപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉരച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുക്കിങ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ എണ്ണയൊക്കെ തെറിച്ച് അങ്ങനെയെല്ലാമായിരിക്കും ഉണ്ടാവുക. ഡെയിലി എന്തായാലും നമ്മൾ സോപ്പ് വെച്ചിട്ട് കഴുകാനൊന്നും പോകുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുത്ത് ക്ലീൻ ചെയ്യാനല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടൊന്ന് കഴുകി സോപ്പ് വെച്ചിട്ട് തന്നെ നല്ല വൃത്തിക്ക് അരച്ചൊന്ന് കഴുകിയെടുത്താൽ നല്ലൊരു ക്ലീനിങ് ലുക്കും കിട്ടും, ഒരു നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും. അപ്പോൾ നമ്മുടെ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള റാക്കാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പണ്ട് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന റാക്കാണ്. അത്യാവശ്യം സാധനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട എല്ലാ സാധനങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കത്തി, നമ്മുടെ ലൈറ്റർ, ഗ്യാസ് എന്നിവ വേണ്ടിയിട്ടുള്ള ലൈറ്റർ, ഇതൊക്കെ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ കിച്ചണിൻ്റെ അടുപ്പ് ഉള്ള ഭാഗമാണിത്. അപ്പോൾ നമ്മൾ അടുപ്പ് അത്ര ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഗ്യാസ് വെച്ചിട്ട് ഉള്ളത്. അപ്പം കുറച്ചും കൂടി ആ സ്ഥലം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാതെ, അടുപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗ്യാസ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യ ക്ലീനിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ തിരിച്ചതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതൊക്കെ ചെയ്ത് എടുക്കണം. ഇത് പിറ്റേന്ന് ദിവസമാണ്. അന്നത്തെ ദിവസം ഫുൾ പൊടിയൊക്കെ തട്ടി തുടച്ച് ഒക്കെ വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചു ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത ശേഷം പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിറ്റേന്ന് ദിവസമാണ്. പിറ്റേന്ന് ദിവസം ഉള്ളിലെ പ്ലേറ്റ്സും ഇങ്ങനെ ബൗളും കാര്യമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രോയറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഒരു ലൈനിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ, പെട്ടെന്ന് ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചാണ്.
അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റാക്കൊക്കെ ഞാൻ ഇവിടുന്ന് പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉമ്മ എല്ലാം അപ്പുറത്ത് അറേഞ്ച് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോയിലൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഒക്കെ ഉണ്ട്, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.